ലാസ്റ്റ് ഒരു 3-4 മാസമായിട്ട് സ്റ്റോക്ക് മാർക്കറ്റ് താഴ്ന്നുകൊണ്ടിരിക്കുകയാണല്ലോ. ഈ സ്റ്റോക്ക് മാർക്കറ്റ് താഴ്ന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് ആളുകൾ നമ്മളോട് വാട്സപ്പിലൂടെയൊക്കെ ചോദിക്കാറുള്ളത് എന്താണെന്ന് വെച്ചാൽ, വലിയ ഒരു റിസ്ക് ഒന്നും എടുക്കാതെ ഒരു ആവറേജ് ആയിട്ടുള്ള റിട്ടേൺ കിട്ടുന്ന തരത്തിലുള്ള ഒരു നിക്ഷേപം എന്തായിരിക്കും എന്നുള്ളതാണ്. അത്തരം ഒരു നിക്ഷേപ രീതിയെയും ആ നിക്ഷേപ രീതിയിൽ ഉപയോഗിക്കുന്ന ഒരു നിക്ഷേപ അവസരത്തിനെയും പറ്റിയിട്ടാണ് ഇന്ന് ഈ വീഡിയോയിലൂടെ പറയാനായിട്ട് പോകുന്നത്. എക്സ്ചേഞ്ച് ട്രേഡഡ് ഫണ്ടുകളുടെ ഒരു പോർട്ട്ഫോളിയോ പറ്റിയിട്ടാണ്. എക്സ്ചേഞ്ച് ട്രേഡഡ് ഫണ്ടുകൾ എന്ന് പറഞ്ഞാൽ എന്താണ്? സ്റ്റോക്ക് മാർക്കറ്റിന്റെ എക്സ്ചേഞ്ചിൽ ഒരു നിശ്ചിത എണ്ണം സ്റ്റോക്കുകളുടെ ഒരു കോമ്പിനേഷനെയാണ് ഈ എക്സ്ചേഞ്ച് ട്രേഡഡ് ഫണ്ടുകൾ എന്ന് പറയാം. അതായത് ഉദാഹരണമായിട്ട് പറയുകയാണെങ്കിൽ ഇന്ത്യയിലെ ഏറ്റവും പ്രധാനപ്പെട്ട 50 കമ്പനികളുടെ ഒരു എക്സ്ചേഞ്ച് ട്രേഡഡ് ഫണ്ടുകളാണ് നിഫ്റ്റി 50-യെ ബേസ് ചെയ്തുകൊണ്ടുള്ള എക്സ്ചേഞ്ച് ട്രേഡഡ് ഫണ്ടുകൾ. അങ്ങനെ പല കമ്പനികളും ആ എക്സ്ചേഞ്ച് ട്രേഡഡ് ഫണ്ടുകൾ ഓപ്പറേറ്റ് ചെയ്യുന്നുണ്ട്. അതായത് ഇപ്പോൾ സ്റ്റോക്ക് മാർക്കറ്റ് ഓപ്പൺ ആയിട്ടുള്ള സമയത്ത് നമുക്ക് ഈ ETF-കൾ അല്ലെങ്കിൽ എക്സ്ചേഞ്ച് ട്രേഡഡ് ഫണ്ടുകൾ ഷോർട്ട് ഫോം ആണ് ETF. ആ ETF-കൾ നമുക്ക് ആവശ്യമുള്ള അളവിൽ നമുക്ക് വാങ്ങാം. ഉദാഹരണമായിട്ട് പറയുമെങ്കിൽ നിഫ്റ്റി ബീസ് എന്ന് പറഞ്ഞിട്ടുള്ള നിപ്പോൺ ഇന്ത്യയുടെ നിഫ്റ്റി 50 സ്റ്റോക്കുകളെ പറ്റിയിട്ട് ഉള്ള എക്സ്ചേഞ്ച് ട്രേഡഡ് ഫണ്ടുകൾ നമുക്ക് ഏത് സ്റ്റോക്കുകൾ പോലെയും അത് ട്രേഡ് ചെയ്യാനും സാധിക്കും എന്നുള്ളതാണ്. അപ്പോൾ നമ്മൾ ഒരു സ്വിംഗ് ട്രേഡിംഗ് അല്ലെങ്കിൽ ഒരു ചെറിയ കാലത്തേക്ക് വാങ്ങി ഒരു 10-15% ലാഭം കിട്ടുന്ന രീതിയിൽ ട്രേഡ് ചെയ്തുകൊണ്ട് ലാഭം നേടുന്ന ഒരു രീതിയാണ് ഇന്ന് ഈ വീഡിയോയിൽ പറയാനായിട്ട് പോകുന്നത്. അതിൽ പ്രധാനമായിട്ടും വരുന്നത് എക്സ്ചേഞ്ച് ട്രേഡഡ് ഫണ്ടുകൾ. അപ്പോൾ എക്സ്ചേഞ്ച് ട്രേഡഡ് ഫണ്ടുകളിൽ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്താലുള്ള ഗുണം എന്താണെന്ന് വെച്ചാൽ, നമുക്ക് ഒരൊറ്റ സ്റ്റോക്കിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നതിന്റെ റിസ്ക് ഇല്ല. അതായത് ഇപ്പൊ ഈ ഉദാഹരണമായിട്ട് പറയുന്ന നിഫ്റ്റി 50 ETF-ന്റെ കാര്യം പറയുകയാണെങ്കിൽ അതിൽ നമ്മൾ ഇടുന്ന പൈസ 50 ഡിഫറെന്റ് സ്റ്റോക്കുകളിലായിട്ടാണ് സ്പ്ലിറ്റ് ചെയ്ത് പോകുന്നത്. അതുപോലെ തന്നെ നമ്മളുടെ ഇൻവെസ്റ്റ്മെന്റ് ഡൈവേഴ്സിഫൈ ചെയ്യാനും നമ്മളുടെ റിസ്ക് കുറയ്ക്കാനും പറ്റുന്ന ഒരു അവസരമാണ് ഈ ETF-കൾ പ്രദാനം ചെയ്യുന്നത്. നമ്മൾ സ്റ്റോക്കുകൾ ഓരോന്നോരോന്നായിട്ട് വാങ്ങുമ്പോൾ ഉണ്ടാവുന്ന ചെലവുകൾ താരതമ്യേന കുറയ്ക്കുന്നതിനായിട്ടും ഈ ETF-കൾ ഒരു ലോ കോസ്റ്റ് ഓപ്ഷൻ എന്നുള്ള രീതിയിൽ ആളുകൾ യൂസ് ചെയ്യാറുണ്ട്. ഈ പല പ്രോഡക്റ്റുകളും അത്ര ട്രാൻസ്പെറന്റ് അല്ലാത്ത രീതിയിൽ ട്രേഡ് ചെയ്യുന്ന പല പ്രോഡക്റ്റുകളും നാട്ടിലുണ്ട്. പക്ഷെ ഈ ETF-കൾ നമ്മൾ ഏതൊക്കെ സ്റ്റോക്കുകളിലാണ് നമ്മുടെ ഇൻവെസ്റ്റ്മെന്റ് പോകുക എന്നുള്ളത് കൃത്യമായിട്ട് ഒരു ട്രാൻസ്പെറന്റ് ആയിട്ട് പറയുന്ന തരത്തിലുള്ള ഒരു ഇൻവെസ്റ്റ്മെന്റ് ആയതുകൊണ്ട് തന്നെ നമുക്ക് ആ ഒരു കോൺഫിഡൻസ് അല്ലെങ്കിൽ നമുക്ക് ആ ഒരു ഉറപ്പ് ഈ ETF-കൾ നിക്ഷേപിക്കുമ്പോൾ ഉണ്ടാവും എന്നുള്ളത് മറ്റൊരു അഡ്വാൻറ്റേജ് ആണ്. അപ്പൊ ETF-കൾ അങ്ങനെ ഒരു ട്രാൻസ്പെറന്റ് ആയിട്ടുള്ള ലിക്വിഡ് ആയിട്ടുള്ള നമുക്ക് കോസ്റ്റ് എഫക്റ്റീവ് ആയിട്ടുള്ള ഒരു ഡൈവേഴ്സിഫൈഡ് ആയിട്ടുള്ള ഒരു ഓപ്ഷൻ നമുക്ക് ഇൻവെസ്റ്റ് ചെയ്യാൻ തരുന്നതോടൊപ്പം തന്നെ അതിന് 1-2 റിസ്കുകൾ ഉണ്ട്. അതായത് എല്ലാ ETF-കളും ഈ നിഫ്റ്റിയിലെ 50 സ്റ്റോക്കുകൾ വളരുന്നതിനനുസരിച്ച് നിഫ്റ്റിയുടെ ETF വളരണമെന്നില്ല. പല ETF-കൾക്കും അങ്ങനെ പ്രശ്നങ്ങൾ ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്. അതിനെ പറയാം ട്രാക്കിംഗ് എറർ എന്നാണ്. അതായത് നമ്മൾ ട്രാക്ക് ചെയ്യുന്ന ഇൻഡെക്സ് വളരുന്നതിനനുസരിച്ചുള്ള ഒരു വളർച്ച ചില അവസരങ്ങളിൽ നമുക്ക് കൃത്യമായിട്ടുള്ള ഇൻവെസ്റ്റ്മെന്റുകൾ കൃത്യമായിട്ട് നടക്കാത്തത് കൊണ്ട് ETF-കളിൽ അത്ര വളർച്ച ഇല്ലാത്ത അവസരങ്ങൾ വരാനുള്ള സാധ്യതയുണ്ട്. അതുപോലെ തന്നെ അത്ര അധികം ആളുകൾ ഈ ETF-കൾ വാങ്ങുകയോ വിൽക്കുകയോ ട്രേഡ് ചെയ്യുകയോ ചെയ്യുന്നില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ ഉദ്ദേശിച്ച വിലയിൽ പലപ്പോഴും ETF-കൾ വിൽക്കാൻ പറ്റാത്തൊരവസ്ഥയും വരാറുണ്ട്. ഈ 2 പ്രശ്നങ്ങൾ ഒഴിവാക്കിയാൽ ETF-കൾ വളരെ നല്ലൊരു ഓപ്ഷനാണ് എന്നുള്ളതാണ് എൻ്റെ ഒരു അഭിപ്രായം. പ്രത്യേകിച്ചും സ്റ്റോക്ക് മാർക്കറ്റ് താഴ്ന്നു നിൽക്കുന്ന സമയത്ത് അത്യാവശ്യം നല്ല രീതിയിൽ ഇൻവെസ്റ്റ് ചെയ്യാനും അതേപോലെ തന്നെ സ്റ്റോക്ക് മാർക്കറ്റ് ഏത് അവസ്ഥയിൽ നിൽക്കുമ്പോഴായാലും സിസ്റ്റമാറ്റിക് ആയിട്ട് ഇൻവെസ്റ്റ് ചെയ്തുകൊണ്ട് ഒരു കോർപ്പസ് ബിൽഡ് ചെയ്യാനും ഒക്കെ സഹായിക്കുന്ന ഒരു ഓപ്ഷനാണ്. പക്ഷെ ഞാൻ ഇപ്പോൾ ചെയ്യുന്നത് ഈ ETF-കളിൽ ഒരു 10-15% ലാഭം കിട്ടിക്കഴിഞ്ഞാൽ വിറ്റ് മാറുന്ന രീതിയിലുള്ള ഒരു സ്വിംഗ് ട്രേഡിംഗ് രീതിയാണ് ഞാൻ ഫോളോ ചെയ്യുന്നത്. അതിൽ 7 ETF-കൾ അടങ്ങിയിട്ടുണ്ട്. അതിൽ ഒന്നാമത്തെ ETF ആണ് ഇന്ന് നിങ്ങളോട് പരിചയപ്പെടുത്താനായിട്ട്. ഇപ്പോൾ നമ്മൾ സ്റ്റോക്കുകൾ വാങ്ങുകയോ വിൽക്കുകയോ ചെയ്യുന്നതിനായിട്ട് നമുക്ക് പണം നമ്മുടെ കയ്യിലില്ല എന്നുണ്ടെങ്കിൽ പല ആളുകളും എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ട്രേഡർമാർ പ്രത്യേകിച്ചും ചെയ്യുന്ന ഒരു കാര്യമാണ് മാർജിൻ ട്രേഡ് ഫണ്ടിങ് എന്ന് പറഞ്ഞുള്ളൊരു സംഗതി. അപ്പൊ ഇന്നത്തെ ഈ വീഡിയോ സ്പോൺസർ ചെയ്തിട്ടുള്ളത് ഇന്ത്യയിലെ വളരെ പ്രധാനപ്പെട്ട സെബി രജിസ്റ്റേർഡ് ആയിട്ടുള്ള ഒരു ബ്രോക്കറാണ് ഫയേഴ്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. ഫയേഴ്സിന്റെ മാർജിൻ ട്രേഡിംഗ് ഫെസിലിറ്റി വളരെ അട്രാക്റ്റീവ് ആയിട്ടുള്ള ഒരു ഫെസിലിറ്റിയാണ്. അപ്പോൾ അവരുടെ ഫെസിലിറ്റി പ്രകാരം നിങ്ങൾക്ക് 25 ലക്ഷം രൂപ വരെ നിങ്ങൾക്ക് കടമായിട്ട് നിങ്ങൾക്ക് കിട്ടും. അതായത് ഉദാഹരണമായിട്ട് പറയുകയാണെങ്കിൽ 1 ലക്ഷം രൂപ നിങ്ങളുടെ കയ്യിലുണ്ട് എന്നുണ്ടെങ്കിൽ അതിന്റെ 4 ഇരട്ടി വരെ നിങ്ങൾക്ക് ട്രേഡ് ചെയ്യാനുള്ള ഓപ്ഷൻ തരുന്നു. അതായത് 4 ലക്ഷം രൂപ വരെ നിങ്ങൾക്ക് ട്രേഡ് ചെയ്യാനായിട്ട് സാധിക്കും. 1 ലക്ഷമേ നിങ്ങൾക്ക് കയ്യിലുള്ളൂ, പക്ഷെ 3 ലക്ഷം അഡീഷണൽ ആയിട്ട് നിങ്ങൾക്ക് ഒരു മാർജിൻ പ്രൊവൈഡ് ചെയ്യുക എന്നുള്ളതാണ് ഈ ഫയേഴ്സിന്റെ MTF ഫെസിലിറ്റി പ്രൊവൈഡ് ചെയ്യുന്നത്. പക്ഷേ നിങ്ങൾ എപ്പോഴും മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, ഇത് നമുക്ക് ഫ്രീ ആയിട്ട് കിട്ടുന്ന ഒരു പൈസയല്ല. ഇതിന് 0.0493%, അതായത് ഒരു വർഷം 18%. അതായത് 1 ലക്ഷം രൂപ നിങ്ങൾ അവരുടെ അടുത്ത് നിന്ന് കടമെടുത്തു കഴിഞ്ഞാൽ ഏകദേശം 50 രൂപയോളം പലിശ
ദിവസം കൊടുത്തുകൊണ്ട് പൈസ കടം തരുന്ന ഒരു ഓപ്ഷനാണ് ഈ MTF. നമ്മൾ പല വീഡിയോയിലും പറഞ്ഞിട്ടുണ്ട് ഈ കടമെടുത്ത് ട്രേഡ് ചെയ്യുക, ഇൻവെസ്റ്റ് ചെയ്യുക നല്ലതല്ല എന്ന് പറഞ്ഞിട്ടുണ്ട്. പക്ഷെ നിങ്ങൾ ഒരു എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ട്രേഡർ ആണ്, നിങ്ങൾക്ക് അങ്ങനെ ഒരു നല്ലൊരു അവസരം നിങ്ങളുടെ കയ്യിലുണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കൺസിഡർ ചെയ്യാൻ പറ്റുന്ന ഒരു ഓപ്ഷനാണ്. പലരും കൺസിഡർ ചെയ്യുന്നുണ്ട്. നിങ്ങൾ നിങ്ങളുടേതായിട്ടുള്ള റിസ്കുകൾ മനസ്സിലാക്കിക്കൊണ്ട് മാത്രം നിങ്ങൾ അങ്ങനെയുള്ള ഫെസിലിറ്റികളിലേക്ക് പോവുക. 900-ലധികം സ്റ്റോക്കുകളിലും ETF-കളിലും ഒക്കെ ആയിട്ട് നിങ്ങൾക്ക് 4 ഇരട്ടിയിൽ വരെയും ഒരു മാർജിൻ തരുന്ന സംവിധാനമാണ് ഇതിൽ പ്രൊവൈഡ് ചെയ്യുന്നത്. അതായത് ഇപ്പോൾ ഒരു സ്റ്റോക്കിന് 100 രൂപയാണ് എന്നുണ്ടെങ്കിൽ 100 സ്റ്റോക്ക് വാങ്ങുന്നതിന് നിങ്ങളുടെ കയ്യിൽ 10,000 രൂപ വേണം അല്ലെ. ഈ 10,000 രൂപ നിങ്ങളുടെ കയ്യിൽ ഉണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് 40,000 രൂപ വരെ നിങ്ങൾക്ക് സ്റ്റോക്കുകൾ വാങ്ങാം എന്നുള്ളതാണ്. അതായത് 4 ഇരട്ടി വരെ നിങ്ങൾക്ക് വാങ്ങാനുള്ള ഒരു ബൈയിങ് പവർ തരിക എന്നുള്ളതാണ് MTF കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഫയേഴ്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 2020 മുതൽ തന്നെ നമ്മളുടെ ഇൻഡസ്ട്രിയിലുള്ള ഒരു പ്രധാനപ്പെട്ട പോപ്പുലർ ആയിട്ടുള്ള ഒരു ട്രേഡിംഗ് പ്ലാറ്റ്ഫോമാണ്. IPO-കൾക്കും മ്യൂച്വൽ ഫണ്ടുകൾക്കുമൊക്കെ 0% കമ്മീഷനുമായിട്ട് ഉള്ള ഒരു പ്ലാറ്റ്ഫോമാണ്. മറ്റുള്ള ട്രേഡുകൾക്ക് 20 രൂപ വരെയുള്ള ഒരു കമ്മീഷനാണ് അല്ലെങ്കിൽ ബ്രോക്കറേജ് ആണ് അവർ എടുക്കുന്നത്. ഒരു ഫയേഴ്സിന്റെ ഒരു ഫ്രീ ആയിട്ടുള്ള ഡിമാറ്റ് അക്കൗണ്ടും ട്രേഡിംഗ് അക്കൗണ്ടും ഓപ്പൺ ചെയ്യുന്നതിനായിട്ട് ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് നിങ്ങൾക്ക് ക്ലിക്ക് ചെയ്തുകൊണ്ട് മുന്നോട്ട്. ഞാൻ പറഞ്ഞു വന്നിട്ടുള്ള 7 ETF-കളുടെ ഒരു കോമ്പിനേഷൻ അല്ലെങ്കിൽ ആ ഒരു പോർട്ട്ഫോളിയോയില് ആദ്യത്തെ ETF എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ICICI Prudentialന്റെ നിഫ്റ്റി ആൽഫ ലോ വോളാറ്റിലിറ്റി 30 ഇൻഡെക്സ് ആണ്. അതായത് ഇതിന്റെ പേര് സൂചിപ്പിക്കുന്ന പോലെ ഇത് പ്രൊവൈഡ് ചെയ്യുന്നത് ICICI Prudential എന്ന് പറയുന്ന കമ്പനിയാണ്. ഇവര് നിഫ്റ്റിയുടെ സ്റ്റോക്കുകളിൽ ഒരു ഉയർന്ന റിട്ടേൺ അല്ലെങ്കിൽ ഒരു ആൽഫ ജനറേറ്റ് ചെയ്യുന്നതിനായിട്ട് ഒരു ലോ വോളാറ്റിലിറ്റി, വളരെ താരതമ്യേന ചെറിയ കയറ്റിറക്കങ്ങൾ ഉള്ള സ്റ്റോക്കുകൾ കണ്ടെത്തി അത്തരം 30 സ്റ്റോക്കുകളിൽ നമ്മൾ ഇടുന്ന പൈസ ഒരു പ്രത്യേക പ്രൊപ്പോർഷനിൽ ഇടുക എന്നുള്ളതാണ് ഈ ETF-ന്റെ ഉദ്ദേശം. മാർക്കറ്റ് ഉയരുകയോ താഴുകയോ ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന ആ ഒരു വോളാറ്റിലിറ്റി താരതമ്യേന കുറഞ്ഞ ഒരു സ്റ്റോക്കുകൾ നിക്ഷേപിക്കുമ്പോൾ നമുക്ക് ഒരു താരതമ്യേന ഒരു റിസ്ക്, വോളാറ്റിലിറ്റി റിസ്ക് കുറഞ്ഞിരിക്കുന്ന സ്റ്റോക്കുകളിൽ ഇൻവെസ്റ്റ് ചെയ്യുകയും ഒരു ആവറേജിന് മുകളിലുള്ള ഒരു റിട്ടേൺ നൽകുകയും ചെയ്യുക എന്നുള്ളതാണ് ഉദ്ദേശം. അപ്പൊ ഇപ്പോഴത്തെ ഈ ഒരു അവസ്ഥയിൽ നമുക്ക് അത്യാവശ്യം തെറ്റില്ലാത്തൊരു റിട്ടേൺ കിട്ടാൻ സാധ്യതയുള്ള ഒരു ETF ആണ് എന്ന് പറയുന്നു. പക്ഷെ നിങ്ങൾ ഒരു കാര്യം മനസ്സിലാക്കുക, നിങ്ങൾ ഇതൊരു റെക്കമെൻഡേഷൻ ആയിട്ട് എടുക്കരുത്. ഇത് ഞാൻ ചെയ്യുന്ന ഒരു ETF നിങ്ങൾക്ക് പരിചയപ്പെടുത്തുന്നു എന്ന് മാത്രമേ ഉള്ളൂ. പക്ഷെ മാർക്കറ്റ് ഉയരുന്ന സമയത്ത് ഇത് പലപ്പോഴും ഇത് ഉയർന്ന റിട്ടേൺ തന്നു കണ്ടിട്ടുണ്ട് എന്നുള്ളതാണ് ഇതിന്റെ ഹിസ്റ്റോറിക്കൽ ആയിട്ടുള്ള പാറ്റേൺ കാണിക്കുന്നത്. ഒരു സ്റ്റേബിൾ ആയിട്ടുള്ള റിട്ടേൺ തന്നുകൊണ്ടിരിക്കുന്ന പ്രധാനപ്പെട്ട സ്റ്റോക്കുകളായിട്ടുള്ള സൺ ഫാർമ, ITC, ICICI ബാങ്ക്, എയർടെൽ, ഡിവിസ് ലാബ് പോലുള്ള സ്റ്റോക്കുകളിലാണ്, അത്തരം 30 സ്റ്റോക്കുകളിലാണ് ഇത് ഈ ETF-ൽ നമ്മൾ പൈസ ഇടുമ്പോൾ നിക്ഷേപം നടത്തപ്പെടുന്നു. അതുകൊണ്ട് തന്നെ ഇത്തരം 30 ഹൈ ക്വാളിറ്റി സ്റ്റോക്കുകളിലും ലാർജും മിഡുമായിട്ടുള്ള ഹൈ ക്വാളിറ്റി സ്റ്റോക്കുകളിൽ നിക്ഷേപം നടത്തുന്നതുകൊണ്ട് തന്നെ നമ്മുടെ സ്റ്റോക്കിൽ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന ഒരു നഷ്ടം ഒരു പരിധി വരെ കുറയ്ക്കാനും നമുക്ക് ഒരു എബോവ് ആവറേജ് റിട്ടേൺ കിട്ടാനുള്ള സാധ്യത നമ്മൾ കാണുന്നുണ്ട്. അതുപോലെ തന്നെ ഫ്രീ ആയിട്ട് ഇന്ത്യയിലെ പ്രധാനപ്പെട്ട ഒരു ബ്രോക്കർ ആയിട്ടുള്ള ഫയേഴ്സിന്റെ അക്കൗണ്ട് ഓപ്പൺ ചെയ്യുന്നതായിട്ട് ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിലെ ലിങ്ക് നിങ്ങൾ ക്ലിക്ക് ചെയ്യാം. ഇതുമായിട്ട് ബന്ധപ്പെട്ട മറ്റുള്ള ഡീറ്റെയിൽസ് അറിയുന്നതിനായിട്ട് നമ്മുടെ വാട്സ്ആപ്പ് നമ്പറിലേക്ക് കോൺടാക്ട് 8848030018 ആണ് നമ്പർ. കൂടുതൽ എന്തെങ്കിലും കാര്യങ്ങൾ ഉണ്ടെന്നുണ്ടെങ്കിൽ കമന്റ് ചെയ്യൂ. വീഡിയോ ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനും കൂട്ടുകാരുമായിട്ട് ഷെയർ ചെയ്യാനും മറക്കരുത്.